അവസാനം പറഞ്ഞ് എയിംസ് വരുവളിയാണ്. കാരണം അളിയന്മാർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. കേരളത്തിൽ 5 സ്ഥലം കൊടുക്കാം എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇഷ്ടമുള്ള സ്ഥലത്ത് വച്ചോളാനും പറയുന്നുണ്ട്. ഒരു ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ എവിടെ വേണോ വച്ചോളാൻ പറഞ്ഞു. 4-5 സ്ഥലം കൊടുക്കാം. അപ്പോഴാണ് നമ്മളെ സുരേഷ് ഗോപി സാറ് വന്നു വേറെ ചില കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആത്മഹത്യ ചെയ്യും, ഈ എയിംസ് വന്നില്ലെങ്കിൽ അദ്ദേഹം കെട്ടിത്തൂങ്ങി ചാവും തൃശ്ശൂരിൽ എന്നുള്ള ഒരു ആത്മഹത്യ. ഇതുകളെയും പൊളിറ്റിക്കൽ ആത്മഹത്യയാണ് കേട്ടോ. ആൾ ഫിസിക്കലി കാണും, പക്ഷേ പൊളിറ്റിക്കൽ ആത്മഹത്യ ചെയ്യും. ഒരു കാരണവശാലും പിന്നെ രാഷ്ട്രീയത്തിൽ തുടരില്ല. ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് പോകും. ആൾ ചത്തൊന്നും പോകില്ല കേട്ടോ, അത് പിന്നെ വേറെ കഥ. രണ്ടാമത്തെ കഥയെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ എല്ലാവരും കൂടെ തേച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും കൂടി, സർക്കാരും ജനങ്ങളും BJPയും എല്ലാം കൂടി അദ്ദേഹത്തെ തേച്ചു. കാരണം അദ്ദേഹം പല സ്ഥലങ്ങൾ എയിംസിന് വേണ്ടി ബാധിച്ചു, ഒന്നും നടന്നില്ല. ആലപ്പുഴയിൽ വേണം, തൃശ്ശൂർ MP ആലപ്പുഴയിൽ വേണം. അതാണ് തമാശ. കൂറിങ്ങും മനം അങ്ങും എന്നുള്ളതാണ്, അല്ലേ? ഊണിവിടെയും മനം അങ്ങും എന്നുള്ളതാണ്. ആ തൃശ്ശൂരിലെ MP പറയുന്നു തൃശ്ശൂരിൽ വേണ്ട, ആലപ്പുഴയാണ് എയിംസ് വേണ്ടതെന്ന്. ഇപ്പോൾ അദ്ദേഹം ഒരു അടിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും ആയാലും കുഴപ്പമില്ല. ഇടുക്കിയിലായാലുള്ളൊരു പ്രശ്നം ആക്സസിബിലിറ്റി, റോഡ് ആക്സസിബിലിറ്റി ആവട്ടെ, അതുപോലെ തന്നെ പിന്നെ എയറിൻ്റെ പിന്നെ എയർപ്ലെയിൻ്റെ ആക്സസിബിലിറ്റി ആകട്ടെ, ട്രെയിനിൻ്റെ ആക്സസിബിലിറ്റി ആകട്ടെ, ആംബുലൻസ് ആക്സസിബിലിറ്റി ആകട്ടെ, ഇതെല്ലാം ഉള്ളൊരു സ്ഥലത്തല്ലേ എയിംസ് വയ്ക്കേണ്ടത്. കാരണം മാത്രമല്ല, ഈ അധ്യാപകരായാലും മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളായാലും എയിംസ് ആകുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വരും. ഈ സൗകര്യങ്ങൾ വരേണ്ടത് എവിടെയാണ്? അത് കൃത്യമായി നല്ല ആക്സസിബിലിറ്റിയുള്ള പിന്നെ ട്രാവൽ ആക്സസിബിലിറ്റി ഉള്ള സ്ഥലത്തല്ലേ വരേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇടുക്കിയിൽ അത് പ്രായോഗികമാണോ എന്നുള്ളതും പിന്നെ നമ്മുടെ അളിയൻസ്മാർ ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ തൃശ്ശൂരോ കോഴിക്കോടോ എവിടെയാണെന്ന് വെച്ചാൽ വരട്ടെ, എറണാകുളത്തോ എവിടെയാണെന്ന് വെച്ചാൽ വരട്ടെ, എയിംസ് വരട്ടെ. അപ്പോൾ എയിംസ് വരണതുമായി ബന്ധപ്പെടുത്തി വലിയ തർക്കമാണ് നടക്കുന്നത്. എയിംസ് വരും, അതുപോലെ തന്നെ വരും കേട്ടോ, എയിംസ് വരും കേട്ടോ. മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നു. അതുപോലെ കൊല്ലം ആശ്രാമ മൈതാനത്തുള്ള ESI ഹോസ്പിറ്റലിനെ, ഇപ്പോഴത്തെ ESI ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കാനുള്ള ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതും കേന്ദ്രം സമ്മതിക്കും. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് 2 മെഡിക്കൽ കോളേജും ഒരു എയിംസും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുള്ള ചികിത്സാ സൗകര്യങ്ങൾ 10 മടങ്ങ് വലുതാകും. മാത്രമല്ല എയിംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിൽ ഇന്ത്യയിലാകമുള്ള ഈ അപ്പോയിൻമെൻറ്റും പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കഴിവുള്ള ഡോക്ടർമാർ അവിടെ വന്ന് ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. വലിയ ശമ്പളമായിരിക്കും, അതുകൊണ്ട് വലിയ പാക്കേജാണ്. കൃത്യമായി ക്വാർട്ടേഴ്സും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ടീമുകൾ വന്ന് ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഗുണം നമ്മുടെ പേഷ്യൻസിന്, രോഗികൾക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എയിംസ് വരട്ടെ. അളിയന്മാർ തമ്മിൽ ഇപ്പം നല്ല ധാരണയായിട്ടുണ്ട്. മച്ചയാണ്. കെ മുരളീധരനും പിന്നെ മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാലുണ്ട്, മുരളീധരനുണ്ട്. പത്മജ വേണുഗോപാൽ തൃശ്ശൂർക്കാരിയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരുണ്ട്, MP ആണ്, പിന്നെ മന്ത്രിയാണ്. അതുപോലെ തന്നെ കെ മുരളീധരന് തൃശ്ശൂരുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. ലീഡറിൻ്റെ കെയർ ഓഫിൽ, അച്ഛൻ്റെ കെയർ ഓഫിൽ വലിയ ബന്ധമാണുള്ളത്. അപ്പോൾ ഇവരെല്ലാം കൂടി അളിയൻസ് കുടുംബം എല്ലാവരും കൂടി ഒന്നിരുന്നാൽ, പത്മജ വേണുഗോപാലും പിന്നെ സുരേഷ് ഗോപിയും മുരളീധരനും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് നമ്മൾ മുരളീധരൻ ലീഡറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കണ്ണിറക്കി കാണിച്ചാൽ നമുക്ക് എയിംസിങ് പോരും. കൃത്യമായി ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയെ JP നദ്ദയെ ഒന്ന് കണ്ട് നമുക്കുള്ള പോരട്ടെ എയിംസ്. കേരളത്തിൽ എവിടെയായാലും, ഇടുക്കിയെക്കുറിച്ച് ഞാൻ ഈ ഒരു കൺസേൺ പറഞ്ഞു, ബാക്കി എവിടെയായാലും എയിംസ് വരുത്തുക. എയിംസ് വരുത്തിയില്ലെങ്കിൽ ഞാൻ ചത്തുകളയും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതിനിട വരുത്താതിരിക്കട്ടെ. ഒരു രാഷ്ട്രീയ സൂയിസൈഡ് വരാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എയിംസ് വരട്ടെ, കേരളത്തിൽ എവിടെയായാലും വരണം എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. അതുകൊണ്ട് എയിംസ് വരും കേട്ടോ. അപ്പോൾ എയിംസ് വരട്ടെ.